سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم. الفاتحة. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. أنعم علينا وهدانا إلى دين الإسلام. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم صل اللهم إنا نسألك ونتوجه إليك بجاه نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وبحق جميع الأمصاصدات أصحاب البدرين والهديين والخندقين والتبوكين وسائر الصحابة وجميع أوليائك الكرام كلهم أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمن أحب وأحسن إلينا ولجميع المؤمنين. اللهم احفظنا يا حفيظ من جميع البلايا والأعداء والأمراض. اللهم يا حي يا قيوم برحمتك نستغيث اصلح شؤوننا كلها ولا تكلنا إلى أنفسنا طرفة عين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏത് സോൺ ഇത്? ഇത് നോർത്ത് സോൺ ഫർവാണി സെക്ടർ. പ്രീതിയ നല്ല വസ്ത്രമല്ലേ? ഒരു സ്ഥലത്ത് ഞങ്ങളെ ഫർവാണി സെക്ടർ ലീഡേഴ്സ്മാരെ മാഷാ അല്ലാഹ് വൈത്തിൽ വന്നിട്ട് ഇന്നത്തെ നിങ്ങളെ സഭയിൽ ಸೇರಿಟ್ಟು ಭಾರಿ ಸಂತೋಷ ಆಯಿತು. ഞങ്ങളെ സംഘടനകൾക്കുള്ള ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഉദ്ദേശിക്കണം ഏത് കാര്യം ആക്കുമ്പോഴത്തേക്കും ആ കാര്യത്തെ പെരക്കുള്ള ഒരു ഉദ്ദേശം, ഒരു നല്ല ഉദ്ദേശം, നിയത്ത് ഉദ്ദേശ ഗുരി അത് സരി ഇന്നെങ്കിൽ മാത്രമായിട്ടിക്കട് ഞങ്ങളത് ആക്കിടത് സത്കർമ്മമാണ്. ഒരു ഉദാഹരണം, ഒരാൾ യാത്ര പോണ്ടു, ഒരു ജേർണി പോണ്ടു, 132 കിലോമീറ്റർ ദൂരം ഒരാൾ യാത്ര പോണെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അങ്ക നിസ്കാരത്തെ 4 റക്അത്തുള്ള നിസ്കാരത്തെ കസ്റാക്കാം. 4 റക്അത്തുള്ള നിസ്കാരം ഒന്ന് ളുഹർ, പിന്നെ അസർ, അതുപോലെ ഇശ. ഈ 3 നിസ്കാരങ്ങൾ എന്താക്കാം? കസ്റാക്കാം. കസ്റാക്കിട്ടുണ്ടെങ്കിൽ ചുരുക്കാം. 4 ജണ്ടായിട്ട് അതിനെ ഷോർട്ടാക്കാം. അപ്പോൾ ളുഹർ 2 റക്അത്ത് നിസ്കരിക്കൽ, അസർ 2 റക്അത്ത് നിസ്കരിക്കൽ, ഇശ 2 റക്അത്ത് നിസ്കരിക്കലുണ്ട്.
മതിയതല്ലേ. ഒന്നത് ചില കസ്റാക്കറുണ്ട്, അതൊക്കെ ചില കസ്റുണ്ട്. അപ്പൊ അതിന്റെ നിയത്ത് അങ്ങനെ ഒരു ഇഷ നിസ്കരിക്കാറ് ഉസല്ലി ഫർളൽ ഇഷാ, ഈ ഇഷാ ഫർ നിസ്കാരത്തെ നിസ്കരിക്കടെ കസ്റൻ കസ്റായിട്ട്, ഇഷാ ഫർ നിസ്കാരത്തെ കസ്റാക്കി നിസ്കരിക്കടെ, അസർ ഫർ നിസ്കാരത്തെ കസ്റാക്കി നിസ്കരിക്കടെ, ദുഹൂർ നിസ്കാരത്തെ കസ്റാക്കി നിസ്കരിക്കടെ. അല്ലെങ്കിൽ ഇഷാ ഫർ നിസ്കാരത്തെ 2 റക്അത്തായിട്ട് നിസ്കരിക്കടെ, നീയത്ത് ബിനോട്ട് രൂപയില്ലേ. അല്ലെങ്കിൽ അസർ നിസ്കാരത്താണ് 2 റക്അത്തായിട്ട് നിസ്കരിക്കടെ, അല്ലെങ്കിൽ ദുഹൂർ നിസ്കാരത്തിന് 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. അങ്ങനെ നീയത്താക്കിയിട്ട് നിസ്കരിക്കലേക്ക് കസ്ർ ചൊല്ലും. അപ്പൊ ഈ ഒരു റിയായിത്തി 6 കൈക്കുള്ളത് മുസാഫിർ പോകേണ്ട ആള്, സഫർ പോകേണ്ട ആള്. അപ്പ ഒരു ദൂരത്തെ ഒരു ഗുരി വെച്ച് പോകേണ്ട കണിക്കത്ത ആളുക്ക് ഇസ്ലാം അങ്ങനത്തെ ഒരു വലിയ റിയായിത്തി കൊടുക്കണമെങ്കിൽ അവിടെ ചൊല്ലു സഫർ പോകേണ്ടത് മാത്രമല്ല, അവന്റെ ഹലാലായ സഫറാവണോ. എന്ത് സഫറാവണം? ഹലാലായ സഫറാവണം. ഹലാലായ സഫർ എങ്ങനെ? ബിസിനസ് ആയിട്ട് പോണ്ടി, കുടുംബത്തെ നോക്കൊണ്ട് പോണ്ടു, ഉംറത്തിന് പോണ്ടു, സിയാറത്തിന് പോണ്ടു, നല്ല ഉദ്ദേശത്തിന് പോണ്ടു, ഒരു മൊത്തം റായത്തിന് വിസിറ്റ് ആಕೊಂಡು പോണ്ടു. ഇതെല്ലാം ഹലാലായ സഫർ. അവിടേക്ക് പോകേണ്ട എന്തെങ്കിലും ഒരു ഹറാമാക്കുന്ന ചില ഉദ്ദേശത്തിന് പോയെങ്കിൽ അവനിക്ക് നിസ്കാരത്തെ കസറാക്കുന്ന എന്തിനല്ലേ അനുവദനീയ അല്ല. അതുപോലെ നിസ്കാരത്തിൽ ജമ്മാക്കുന്ന ചില റൂപുണ്ട്. മഗ്രിബും ഇശാ 2 നിസ്കാരമുണ്ട്. ജാമത്ത് നിസ്കാരം മഗ്രിബും ഇശാ അല്ലെ, അതുപോലെ സുബഹി നിസ്കാരം. പക്ഷെ മഗ്രിബും ഇശാ ചൊല്ലി ഈ 2 നിസ്കാരത്തെ ഒട്ടിಗೆ ആക്കണേ. ജമ്മു ചൊല്ലിങ്ങനെ ഒട്ടിಗೆ ആക്കണേ. ഒട്ടിಗೆ മുന്നോട്ടുമാക്ക, ഒട്ടിಗೆ ഭിന്നമാക്ക. അതിനർത്ഥ മഗ്രിബിന്റെ സമയത്തിൽ മഗ്രിബിനെ നിസ്കരിക്കുക, അതിനൊട്ടിಗೆ ഇശാവും നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോഴത്തേക്കും മഗ്രിബ് ഫർള് നിസ്കരിക്കുമ്പോൾ അതിനൊട്ടിಗೆ ഇശാ നിസ്കരിക്കണമെങ്കിൽ മഗ്രിബ് ഫർള് നിസ്കാരത്തെ ഉൽഗത്തിൽ മനസ്സിൽ നിയത്ത് കരുതണം, ನಾನು ഇശാടും ഇതിനൊട്ടിಗೆ മുന്തിച്ച് ജമാക്കിയതാണ് നിസ്കരിക്കലായിട്ട്. ഇനി ഒരാൾക്ക് മഗ്രിബ് നിസ്കരിക്കണ സൗകര്യം ഇല്ലാണ്ടായി മഗ്രിബിന്റെ സന്ദർഭത്തിൽ നിയത്താക്കണം, ನಾನು മഗ്രിബ് നിസ്കാരത്തെ ഇശാക്ക് പിന്തിച്ച് ನಾನು നിസ്കരിക്കുന്ന നിയത്താക്കിയാണ്ട്. അപ്പൊ പിന്നെ മഗ്രിബ് നിസ്കരിക്കുന്നുണ്ടില്ല, അപ്പൊ പിന്നെ ഇശാ ടൈമിൽ 2 ഒട്ടിಗೆ നിസ്കരിച്ചെങ്കിൽ നിസ്കാരത്തെ ഉൽഗത്തിൽ നിയത്ത് ചൊല്ലുന്ന മനസ്സിൽ കരുതലായിരിക്കും, ബായിൽ ചൊല്ലതല്ല. ബായിൽ ചൊന്നെങ്കിൽ നീ നാളെ ഭാഷയിൽ പോൽക്കാണെങ്കിൽ നിസ്കാര ബാധ്യതാവും. മനസ്സിൽ കരുതുള്ളൂ. മഗ്രിബ് നിസ്കാരത്തിലൊട്ടിಗೆ ഇശാ നിസ്കാരത്തിൽ ഇശാ ഫർ നിസ്കാരത്തിൽ മുന്തിച്ച് ജമാക്കലാണ് കരുതി. ഇനി പിന്തിച്ച് ജമാക്കലുണ്ടായെങ്കിൽ നിസ്കാരത്തിൽ കരുതണോട്ടില്ല, അത് നിസ്കാരത്തെ ടൈമിൽ കരുതിയ മെയ്യോ. മഗ്രിബ് നിസ്കാരത്തെ ടൈമിൽ കരുതിയ മെയ്യോ. മഗ്രിബിടെന്നാണ് ഇശാവിലൊട്ടിಗೆ പിന്തിച്ച് ജമാക്കലുണ്ട്. അങ്ങനെ നിയത്ത് കരുതി ഫസ്റ്റ് മഗ്രിബ് നിസ്കരിക്കണം, പിന്നെ ഇശാ നിസ്കരിക്കണം. അതേപോലെ സെയിം മെത്തേഡ് ആയിട്ട് ദുഹൂർ അസറിന്റെ അവിടെ അതേതല്ലേ. അതേ ടൈമിൽ ജമ്മു ആക്ക, കസ്റും ആക്ക. ജമ്മു ആക്ക, ഇപ്പൊ ദുഹൂർ അസർ നിസ്കരിക്കവർക്ക് ദുഹൂറിന്റെ ഒട്ടിಗೆ അസർ ഒട്ടിಗೆ നിസ്കരിക്കുക, അതിനൊട്ടിಗೆ അതിൽ നിസ്കാരത്തെ ഷോർട്ട് ആക്കിയിട്ടും 2 ആക്കിയിട്ട് നിസ്കരിക്കാം. അപ്പൊ ഞാനിത് ഇതിനെ മസല ചൊല്ല ഉദ്ദേശിക്കുന്നതല്ല, അതിനൊട്ടിಗೆ ചൊന്നുപോയോ നാ ചൊന്ന ഉദ്ദേശ പോയിന്റ് അവിടെ ചൊന്ന പോയിന്റ് നാളെ ഏതും നമുക്ക് സത്കരമായിട്ട് കിട്ടണമെങ്കിൽ എന്തിനാണ് അതിന് നീയത്ത് നല്ലത് വേണം. അപ്പൊ സഫർ പോകേണ്ടവണ് പോലും അവരുടെ നീയത്ത് സരിയെങ്കിൽ മാത്രം ഇതാണ് ഉദനിയാണ്. നീയത്ത് സരിയില്ലെങ്കിൽ ഇതേ ഒരു പോളിസി ഞങ്ങൾ അവിടെ അപ്ലൈ ആക്കുക. ഞങ്ങളെ നീയത്ത് സരിയെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രവർത്തനവും ഓട്ടതും പണ്ടതും അതും ഇത് എല്ലാത്തും സവാബുണ്ട്. നീയത്ത് സരിയില്ലാണ്ടായെങ്കിൽ ഇത് സവാബല്ല, ദോഷമേ ആറുള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കണോ ഒരുത്തരെ കീഴാക്കണോ, ഒരുത്തരെ എടുക്കണോ, ഒരുത്തരെ മേൽ വർണ്ണികപ്പെടുത്തിയതാ, ഇങ്ങനത്തെ ഉദ്ദേശമാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സവാബല്ല കിട്ടും. ഞങ്ങൾക്ക് നീയത്തില്ല, നീയത്ത് ശുദ്ധിയില്ല. അപ്പൊ അത് നീയത്ത് ശുദ്ധമായെങ്കിൽ ധാരാളം ഞങ്ങൾക്ക് നല്ല അമല് കിട്ടണമെങ്കിൽ കണികത്തൊരു വേ ആയിട്ടിരിക്കുന്ന സംഘടന.
എന്തുകൊണ്ട് നിങ്ങൾ സംഘടന ചൊല്ലത് അതൊരു വ്യക്തികളെ മേലിൽ എഴുതിയതല്ല, അതൊരു വ്യക്തികൾക്ക് ഉള്ളതല്ല. ക്രമേണ മൊത്തം ആളുകൾ ബദലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകള് പ്രജാപ്രഭുത്വത്തിലുണ്ടു. ആരെ വേണം നിങ്ങൾ അയക്കാക്ക നക്കേ ഇതിൽ പെർമനന്റ് നാണയം എൻ്റെ കയ്യിലേക്ക് കൊണ്ട് ചെന്നിട്ട് ആരും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. കാരണം എല്ലാവരും മോമിനിങ്ങ പട്ടിക ഒരു ആരെ അയക്കാക്കിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ആരയപ്പിലെ പോകും. അതുകൊണ്ട് ഇട്ടിക്കള് സാംഘിക ചൊല്ലത് അത് എല്ലാവരും ഹക്കായിട്ടിരിക്കുന്നതാണ്. ഒത്തമേ അതിനെ പിടിച്ചു വെക്കുന്നുണ്ടാവില്ല കയ്യിൽ അവിടെ. അതേ ടൈമിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ആരെങ്കിലും കയ്യിൽ കൊണ്ട് അത് അങ്ക് പിടിച്ചു വെക്കുന്നുണ്ടാവുള്ളൂ അല്ലേ? അവല്ലേ ഇൻഡിവിജ്വൽ ആയിട്ട് ആരട്ടെ എന്തുണ്ടെങ്കിൽ അതുണ്ട്. നാളെ നീ പുറത്ത് പോയി എന്താക്കും? ഇത് ആണല്ല, ഇത് 10 ആൾ കൂടി തെരഞ്ഞെടുക്കുന്നതൊക്കെ അതേ നിക്കട് യദുല്ലാഹി അലൽ ജമാഅ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് അനുഗ്രഹമുള്ളത് ഒരു കൂട്ടത്തെ മേലേക്കുണ്ട്, ഒരു കൂട്ടത്തെ മേലേക്കിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തുള്ളത്. അതിക്ക് ഉദാഹരണം ചൊല്ലുകയാണ് ചൊന്നെങ്കിൽ എങ്ങനെ ചൊല്ലി ഒരാള് ഈ ജമാഅത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ട് വേറായിട്ട് പോകുമ്പോഴത്തേക്കും അവന്റെ വീമാനികമായിട്ടുള്ള അവನು ചമ്മ ട്രബിൾ കാരണമാണ്. അവൻ്റെ ആരെങ്കിലും വന്നിട്ട് അവൻ്റെ ബണ്ടാറ് അവൻ ഏതൊരു ഇല്ലേ ഏതൊരു ഉള്ളാറിട്ട് അവൻ മുട്ടവല്ലാവും അവനതിൽ കേസിയപ്പോൾ ഉള്ളതാണ്. അപ്പൊ അവന്റെ വേറെ ആളിങ്ങനെ എടുത്തുകൊണ്ട് പോറാവല്ലേ അവൻ കേസിയപ്പോൾ ഉള്ളാണ്ട് അവൻ ഏതൊരു ഇല്ലാച്ചുണ്ടാകുമ്പോൾ അവന്റെ വേറെ ഒരു സംഘടന പണ്ടാറ് അവന്റെ മെമ്പർ ആക്കിയിട്ട് എടുത്തുകൊണ്ടാറ് അങ്ങ് അവിടെ എന്തൊരു ആശയ പഠിപ്പാട്ടുള്ളത് ആ ആശയത്തിൽ അവನು മുന്നോട്ട് കൊണ്ട അങ്ങനെ ടിക്കറ്റ് അവൻ സുന്നത്ത് ജമാഅത്തിൽ നിന്നിട്ട് വിദഗത്ത് പോയിട്ട് വിദഗത്തിൽ നിന്നിട്ട് വേറെ വെടക്കായിട്ടുള്ള പോകണം. കൂട്ടത്തിലേക്ക് മൊത്തവും അവൻ്റെ അത്ര ಬೇಗമായിട്ട് അറ്റാക്ക് ആക്കണമെന്നാവില്ലേ. ഇൻഡിവിജ്വൽ അവൻ ഏകാംഗമായിട്ട് ഒർത്തായിട്ട് അതെല്ലാം പൊട്ടു നിൽക്കുമ്പോഴത്തേക്കും അവൻ്റെ ಬೇಗ ആൾമാർക്ക് ഇതാക്കണമെന്നാവും. ഏതുപോലെ അതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഒരു ആട് കൂട്ടം മറുഭൂമിയിൽ ആരെങ്കിലും ആടല്ലേ ഇവിടെയുള്ള സൗജന്യ വിതരണം നോക്കിയെങ്കിൽ ഒരുപാട് ആടിന്റെ കൂട്ടിക്ക് ഒറ്റ ആടല്ല. ആ ആടിന്റെ കൂട്ടത്തില് അപ്പൊ ചൊല്ലാണ് ചൊല്ലെങ്കിൽ ഈ കൂട്ടാടുന്നവിടെ ചെന്നായി വന്നിട്ട് ആടിനെ പിടിക്കൊണ്ടു പറയല്ലേ. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിട്ട് സിംഗിൾ എന്തെങ്കിൽ അതിനെ വേഗം വന്നിട്ട് എന്താക്കും ധൈര്യത്തിൽ വന്ന് പിടിക്കും. ഇതുപോലെ ആയിട്ട് അള്ളാഹുടെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് ജമാഅത്തിൽ നിന്നിട്ട് ഒരാളെ വിട്ടിട്ട് ഒത്തായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അവന്റെ ചെന്നായി പിടിച്ച പോലെ അവന്റെ ഈമാന്റെ തെരിച്ചിട്ട് എടുത്തോ ഇതാക്കൊണ്ടു പരിച്ചെടുക്കൊണ്ടു ഇതാക്കൊണ്ടു ഇബ്ലീസ് വേഗ ഈസി ആയിട്ട് അവർക്ക് എന്താവും സാധ്യമാവും. ഞാനിപ്പോ ഒത്ത നിസ്കരിക്കുമ്പോൾ അവത്തിലാളും ഒത്ത നിസ്കരിക്കുമ്പോൾ ഒരു നമുക്ക് ഒരു മനസ്സിൽ ഒരു ಯಾರ ಬಚ್ಚಲು ಅದು ಇದೆಯಲ್ಲ ಅದೇ ಟೈಮು ಎಲ್ಲರೂ ಉಳ್ಳಾಡ ಬಿಟ್ಟು ಒಟ್ಟಿಗೆ ನಿಸ್ಕರಿക്കുമ്പോൾ എത്ര നിസ്കരിച്ചു ചിലപ്പോൾ നമുക്ക് ബച്ചൽ പറ്റില്ല. അതെന്തേ അവരുടെ റഹ്മത്തുള്ള മലക്കുകളും അതുപോലെ ആ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴേ ആ ഒരു പ്രൊട്ടക്ഷനും അതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജമാഅത്ത് ചൊല്ലത് അത് വലിയ ഒരു പ്രാമുഖ്യത്തെ ഉള്ളത് ആയിട്ടിക്കട് ഒരു കൂട്ടത്തിലായിട്ട് എപ്പോൾ ഞങ്ങൾ കൂടുമ്പോഴത്തേക്കും ഒരു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ആ കൂട്ടത്തൊട്ടിಗೆ എന്തെങ്കിലും അലിലു സേവൻ ചൊല്ലാറല്ലേ അതേതല്ലേ കർണാടകത്തിൽ ആയുഷ് ഒരു ചെറിയ സേവയെങ്കും ഞങ്ങൾക്ക് തീരെ രൂപത്തിൽ ആക്കിടുന്നത് അത് വലിയ സവാബുള്ളത് വലിയ റാഹത്തുള്ളത് വലിയ മഹത്വമുള്ളത്. അപ്പൊ എന്താ ഞങ്ങളുടെ സംഘടന എന്തിനാക്കിടു അതിന്റെ മേലെ ഡിപ്പെൻഡ് ആയിട്ടിക്കിടു. ഞങ്ങൾ ആൾമാർക്ക് KCF മക്കൾക്ക് എന്തും ഇല്ലാത്ത മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. ഞങ്ങൾക്ക് ഒത്തക്ക് ഞങ്ങളെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം ഞങ്ങൾക്ക് ആവില്ലേ. അങ്ങനെ സ്കൂൾ കെട്ടണം ദർസ് കൊടുത്തണം ഫീസ് കെട്ടണം അതൊക്കെ നിങ്ങൾക്ക് കഷ്ടമാവും. പക്ഷേ ഞങ്ങൾ ആയിരക്കണക്ക് 5000 ചില്ലറ മക്കൾക്ക് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ നിങ്ങൾക്ക് ധൈര്യത്തിൽ ചൊല്ലാം നാ കൊടുക്കണായിട്ട് ഞങ്ങൾ കൊടുക്കണായിട്ട്. കാരണം ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ ഒരു സഹായം മൂന്നിട്ടാകുമ്പോഴത്തേക്കും അത് വലിയൊരു സഹായമായിട്ട് മാറും. ആരുടെ മക്കൾ പഠിച്ചത് ഞങ്ങൾക്ക് എന്ത് പോവാം
അവിടെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തായിട്ട്, നബിരെ ഉമ്മത്തിയായിട്ട് നബി ആറ് ചൊന്നിട്ട് ഗുർത്തില്ലാത്ത കണിക്കത്ത മനുഷ്യ മക്കൾക്ക് ദീനുൽ ഇസ്ലാം ശരിയായ ರೂಪಂದರೇಟು ಗೊತ್ತಿല്ലാത്ത ಆಳ್ಮಾರ್ಗು ನಾಗ ഒരു ಅಂಕಿ ഒരു ബോധ ഉണ്ടാക്കി കൊടുക്കുടേ അതത്ര വലിയൊരു സത്കർമ്മ വേറെ ഇല്ല. ഞങ്ങളെ കാരണം കൊണ്ട് ഒരു ചെറുക്ക പരിശുദ്ധ ഖുർആൻ ഓതുന്നു കാരണമായിട്ടില്ലെങ്കിൽ അത് വലിയൊരു ഭാഗ്യം. നോർത്ത് കർണാടകത്തിൽ ഈസാൻ കർണാടക ചെന്നിട്ടു ഒരു സംസ്ഥ ಹುಟ್ಟೋಣಕ್ಕೆ ಕಾರಣವೇ ಅದು. ನಾಳೆ ಸಂಘ ಕುಟುಂಬത്തെ ഒരു ಎಲ್ಲರ ಜವಾಬ್ದಾರಿಯುತ ഒരു പ്രയത്നത്തെ ഫലമായിട്ട് നമുക്ക് നോർത്ത് കർണാടകത്തിൽ ഇതാക്കും കാരണമേ അത്. അവിടെ പോയിട്ടാകുമ്പോൾ മക്കൾക്ക് ഓത്തില്ല, പല്ലില്ല, ബാങ്കില്ല, നിസ്കാരില്ല, ആൾമാർ നിസ്കരിക്കില്ല, കള്ളുകുടിയന്മാർ ഔത്തിലപ്പും ഗലാട്ടെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കണോ, അനിസ്ലാമികമായ എല്ലാ കാര്യങ്ങളാക്കിക്കൊണ്ടിരിക്കണോ. മക്കൾ എന്തിനേണ്ടി കൊന്നില്ല. ഒരു റായത്തിൽ പല്ലിന്നെങ്കിൽ ആ റായത്തെ മക്കൾ ഒരു ഹയാത്താവും അല്ലേ. ഒരു ബാങ്ക് കേൾക്കുമ്പോത്തും ആ പല്ലിക്ക് പോകേണ്ടതും ബണ്ടെത്തും അവിടെ മജിലിസ് കൂടി ഇങ്ങനെ ഇട്ടാകുമ്പോത്തും ഞങ്ങളുടെ വിലഞ്ഞു വന്നാൽ അങ്ങനല്ലേ. ഞങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടായി ഞങ്ങെന്താവത്തോ ഞങ്ങും ഒരു ഇങ്ങനെ ഒരു കന്നാലികര പോലെ ആവാത്തോ. അപ്പൊ ഞങ്ങളെ ചുറ്റുപാട് ജീവിച്ച കണിക്കുന്ന ഒരു പ്ലേസ് ഇക്കറല്ലേ. ആ ഒരു അവസ്ഥ ദ മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് എൻവിറോൺമെന്റ്. അവന്റെ പരിസ്ഥിതി അങ്ങനെ ഇക്കട അതിരെ അവൻ പ്രൊഡക്റ്റ് ആയിട്ടിക്കട. ഒരു മനുഷ്യ അവന്റെ ಪರಿಸರದಲ್ಲಿ ಅವನು ಜೀವಿಕರ ಕಣಿಗತ್ತೆ ಆ ಏರಿಯಾ ಆ ಪರಿಸರದ ಪ್ರೊಡಕ್ಟ್ ಆಗಿದೆ ಮನುಷ್ಯ. അതുകൊണ്ട് ഏത് മനുഷ്യനെ എടുത്ത് നോക്കൂ, അവൻ ഉള്ള ഏരിയത്ത് അവന്റെ മേൽ കംപ്ലീറ്റ് പ്രഭാവം വരുന്നത്. അത് മക്കളിലാവട്ടെ ആറിൽ പിന്നെങ്കാവട്ടെ ആ ഏരിയത്തിൽ ബെടക്ക് ജാസ്തി ആയെങ്കിൽ നിങ്ങളെ മക്കളെ കൺട്രോളൊക്കെ ആവില്ല. ചൊല്ല എത്ര പിടിച്ചാവില്ല മക്കത്തിൽ ബെടക്ക് ഇതായിട്ട് കൊണ്ടാകും. വലിയ ഹല്ലിലുള്ള മക്കളെ ഒരു അവസ്ഥ വേറെ മിക്കട്, ടൗണിലുള്ള മക്കളെ അവസ്ഥ വേറെ മിക്കട്, ಯಾರ ഒരു ಹೈ ಲೆವೆಲ್ ಸಿಟಿರುள்ள ಕಣಿಗೆತ್ತೆ ಡೆವಲಪ್ಡ್ ಸಿಟಿರುள்ள ಮಕ್ಕ ಬೇರೆ ಬೇರೆ ಮೀದಿ ಇಕ್ಕಿಡಾರು ಎಲ್ಲ ಡೆವಲಪ್ 6-5 ಟೈಪ್ അങ്ങനെ IQ ചേഞ്ച് ആവും അങ്ങനെ പരിസരം. ഒന്നാമത്തെ ഇപ്പത്തെ മക്കൾക്കും വ്യത്യാസം ഈ ടെക്നോളജി കാലത്ത് ജനിച്ചു വന്ന മക്കൾക്കും ചമ്മ വ്യത്യാസമുണ്ട്. ಕಂಟ್ರೋಲ್ ಹಾಕೊಂಡು ಆವಿಲ್ಲ ನಾಳೆ ಮಕ್ಕಳು നിങ്ങൾക്ക് എന്താക്കാവില്ല ಕಂಟ್ರೋಲ್ ಹಾಕೊಂಡು ആവില്ല. ഇപ്പോഴത്തെ കാലത്തെ പരിസ്ഥിതി അങ്ങനെ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ മൊബൈലും ഇപ്പോഴത്തെ നെറ്റും അല്ലെങ്കിൽ മൊത്തം എന്തോ ആക്കാവില്ല ആ ರೂಪത്തിലായിരിക്കും. മുന്നാളല്ല ಬೇಲಿ ಅಂತ ಬೇಲಿನ ಕಾಂಪೌಂಡ್ ಪಂಡು ಬೇಲಿ ಕಾಂಪೌಂಡ್ പിന്നല്ല ഇത് വന്നത്. പിന്നെ ഫസ്റ്റ് ಎಲ್ಲ ಎಲ್ಲ ಅದಿದಾയിട്ട് ಬೇಲಿ. അപ്പൊ എല്ലാത്തും ഒരു ಬೇಲಿ ಇತ್ತು. ഒരു ആക്കടെ തപ്പുക ഒരു ಬೇಲಿ ഇತ್ತು ആക്കു തീരാണ്ട്. ഇപ്പൊ ആ ಬೇಲಿയെല്ലാം പൊട്ടിപ്പോയിട്ട് ഏതൊക്കെ എന്തില്ലേ ಬೇಲಿല്ല എല്ലാം ഇങ്ങനെ എന്തോ ആക്കാം ആ അവസ്ഥക്കുണ്ട് മാറി. മുന്നത്തെ കാലത്തിൽ ഒരു റായത്തിൽ എന്തെങ്കിലും ഒരു ബെടക്കൊരു വലിയൊരു ബെടക്കൊരു മനുഷ്യ ഒരാണ ഒരു പെണ്ണാക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ക്ഷേമായിട്ടിരിക്കുന്നു. ആ ഒത്തെ യജമാനക അബ്ബക ഉമ്മക ഭയങ്കര ക്ഷേമായിട്ടിരിക്കുന്നു. അങ്ങനെ എത്രയോ ആൾമാർ മക്കളെ ബെടക്ക് കേട്ടിട്ട് റായ വിട്ടുപോയതുണ്ട്. ഇപ്പതല്ല ಜನರಲ್ ಮಾಮೂಲಿಯಾಗಿ പോയിട്ട്. അപ്പോൾ ചൊന്നുണ്ട് പണ്ടേ ഞങ്ങളെ ഉദ്ദേശകൾ സരിയാവുമ്പോഴത്തേക്കും തങ്ങ ആക്കട കണികത്തെ പ്രവർത്തനത്തിൽ നല്ല സവാബുകൾ ഉണ്ടു. ആ നീയത്തിൽ ഞങ്ങൾ സംഘടനയ്ക്ക് സ്വറാക്കും. വതവക്കൽ അല്ലാഹ് വകഫാ ബില്ലാഹി വകീല. അല്ലാഹു നന്റെ കൊണ്ട് എന്തും ആക്കാൻ സാധ്യമില്ല. നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് എന്തും ആക്കണതും സാധ്യമില്ല. പക്ഷെ അല്ലാഹു ഞങ്ങളെ കൊണ്ടു ഈ ദുനിയാവിൽ എന്താവടെങ്കിൽ അതൊക്കെ ഒരു കാരണം വേണം. ദുനിയാവിൽ എന്തോ ആവടെങ്കിൽ ഒരു കാരണം വേണം. ഇപ്പൊ ഇതൊരു പേപ്പർ, കാലി പേപ്പർ. ഈ പേപ്പറിൽ ഇങ്ങനെ ഒരു ഗര പോയില്ലെങ്കിൽ ഇത് എഴുതിയ എഴുതണമെങ്കിൽ ഒരാള് വേണം. ഈ എഴുതണമുള്ള ശക്തി എന്നൊക്കെ അല്ലാഹു തന്നത് കൊണ്ടെന്നാണ് എഴുതിയത്. അപ്പൊ ഇതൊരു സിമ്പിൾ ഉദാഹരണം. ഏത് ദുനിയാവും ഇതുപോലെ എത്ര ചെറിയതാവട്ടെ എത്ര വലിയതാവട്ടെ ഒരു മരത്തെ
ഇല പോലും കീഴ് പോയില്ലെങ്കിൽ എല്ലാം അള്ളാഹുടെ ഖദാ പ്രകാരമായിട്ട് നടക്കണം. ಗೊತ್ತಾಯ್ತಾ? ഒരു മരത്തെ ഒരു ഇല പോലും കീഴ് പോയില്ലെങ്കിൽ, ഒരു ഹണ്ണ് പോലും കീഴ് പോയില്ലെങ്കിൽ എല്ലാം അള്ളാഹുടെ ഖദാ പ്രകാരമായിട്ട് നടക്കണം. ಅದಕ್ಕೆ ഞങ്ങൾ അള്ളാഹു കാരണക്കാരാക്കില്ല. ഞങ്ങൾ എന്താക്കിയിരിക്കുക? ആ കാരണക്കാരാവുമ്പോൾ ഞങ്ങൾ ദുനിയാവുകൾ നല്ലത് നടക്കണമെങ്കിൽ അള്ളാഹുടെ തൗഫീക്ക് നമുക്ക് ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് നടക്കണം. അള്ളാഹുടെ തൗഫീക്ക് നമുക്കുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ അള്ളാഹു ഞങ്ങളെ കാരണം കൊണ്ടിട്ടു ഞങ്ങൾക്കൊരു കാരണക്കാരാവണം. ഞങ്ങൾക്കൊരു കാരണക്കാരാവണം. എന്തോ ഒരു നല്ല കാര്യം സ്റ്റാർട്ട് ആവണമെങ്കിൽ അതൊക്കൊരു ദുനിയാവും മനുഷ്യന്മാരെ ആവശ്യകത ഉണ്ട്. അതൊക്കെ അള്ളാഹു ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടിക്കൊണ്ടാവണം അല്ലേ? അതേ ടിക്കട് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിലും പണ്ടേ വന്നുപോയ എല്ലാ മുഅ്മിനീങ്ങളെ എല്ലാರ ഈമാന്റെ കാൽ ಯಾರ തൂക്കവുല്ലും കണമായ ഭാരവുല്ല കണികത്തെ ഈമാനുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരുടെ ഒരു ഭാഗത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ ഒരു ഭാഗത്തിട്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാൻ അത്ര ഭാരമാവശ്യമുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഭയങ്കരമായ ഒരു സ്നേഹ പ്രീതി, അതുപോലെ ഇസ്ലാമുകു ഭയങ്കര നിഷ്കളങ്കമായ ആ സേവനക്ക് എല്ലാ വിഷയത്തിലും മുന്നോട്ട് വന്ന കാരണം കൊണ്ടേയിരിക്കുന്നു. ആ ദൃഢമായ വിശ്വാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാരണം കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുണ്ട് തെച്ചില്ല. നാ ഒರ್ತನೆ ഇസ്ലാമായെങ്കിൽ മെയ്യാവും. നാ മാത്ര നന്റെ മാത്രം നബി പിരിച്ചു വെക്കണം, നന്റെ മാത്രം നബി ഇതാക്കണം, വേറാരും ഇതാക്കത്തീര. നാ മാത്രം ഒരാൾ മൂമിനാവണം, നന്റെ മക്ക പിന്നായി മക്ക മാത്രം മൂമിനാവണം ചൊന്നിട്ടും ആ രൂപത്തിലല്ല അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാണ് ഇസ്ലാം അവരോട് കൂടെ ഈ ഒരു ആദർശത്തിന് വേറെ ആൾമാരും കൂട്ടിക്കൊണ്ടു വന്നത്. ഒരു വ്യാപാരി ഒരു ബിസിനസ്സാണ്, അയാൾക്ക് അയലതായ ഒരു ടച്ച് അല്ലേ? ഒരു ബിസിനസ് ആൾമാർ അങ്ങനത്തെ ടച്ച് അല്ലേ? ഒരു മാർക്കറ്റിലുള്ള ആൾമാർ, ഒരു അങ്ങടി വെച്ച ആൾമാർ അങ്ങനെ ഒരു ടച്ചില്ല കണിക്കത്ത ആൾമാർ വേറെ. പിന്നെ ഒരു സ്പോർട്സ് കളിച്ചോണ്ടിരിക്കുന്ന കണിക്കത്തോ അവന്റെ ക്ലബും അതുപോലെ അവന്റെ ചങ്ങായിമാരെ ആൾമാർ വേറെ വിൽക്കുന്നത്. എല്ലാം ഓരോ ലെവലില് ആൾമാർ വേറെ വേറെ ടച്ചുള്ള ആൾമാരിക്കുന്നത്. ആ ആൾമാർക്ക് നാണ് പഠിച്ച ഒരു സന്ദേശം അങ്ക് എത്ര നാണ് എത്തുപട്ടിയെ അങ്ക് നാണ് എത്ര കൺവീനിയൻസ് ആയി കൊടുത്തേ അതേക്കിട് ഞങ്ങളെ ഒന്നുള്ളത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ആസ് യുവർ ബിസിനസ് മാൻ എന്ന നിലക്ക് അയാൾ നാ വർത്തനെ ഇങ്ങനെ ഇസ്ലാമായി നെമിയാവലെ ഈ ഒരു സന്ദേശത്തെ ബാക്കിയെല്ലാവരും എത്തുപാട്ടെന്ന് ചൊന്നിട്ടു കഠിനമായ പ്രവർത്തനം ആക്കിയിട്ട് ഒരുപാട് ആൾമാർ ഇസ്ലാം വിളിച്ചോണ്ട് നമുക്ക് തേർപ്പാട്ട് നമുക്ക് ദാവാക്കും. അങ്ങനെ ഇപ്പോൾ കേസ് കൂടെ മെമ്പർഷിപ്പ് അഭിയാൻ ആക്കിയിട്ട് ഓരോ ആൾമാർ മെമ്പർ അടിച്ചോളല്ലേ. ഫസ്റ്റ് ഞങ്ങൾക്ക് പോകുമ്പോൾ തൂച്ചിപ്പോൾ ഞങ്ങളെ ചന്തത്തിന് എല്ലാവരും ചന്ത ഇങ്ങനെ റെഡ് കാർപ്പറ്റ് ഇട്ട് എല്ലാവരും ഞങ്ങൾ സ്വീകരിക്കില്ലേ. നിങ്ങൾക്ക് കൊറേ ആൾമാരോട് നല്ല ഫീലിക്ക് നല്ല വെൽക്കം മക്കളാണ്. കൊറേ ആൾമാർ കലക്ഷൻ ആവട്ടെ മെമ്പർ ആവുമ്പോൾ നല്ല ഒരു ഇതിക്കില്ലേ, അങ്ങനെ റെസ്പോൺസ് നമുക്ക് അത്ര സമാധാനിക്കില്ലേ. യന്ത്രമാ മുഖവില്യാക്കിക്കിടാറ്. പക്ഷേ അങ്ങ് മുഖവില്യാക്കി അങ്ങ് ചിരിച്ചിട്ട് സ്വീകരിക്കാനുള്ളവർ, ചന്തത്തിൽ റാഹത്തിൽ ഇതാക്കിടാനുള്ളവർ, ഇനി മുഖവില്യാക്കിടാനുള്ളവർ, ബറമ്പൊച്ചിങ്ങനെ കലക്ഷൻ വന്നിട്ട് അപ്പുറത്തിരിഞ്ഞ് പോയിട്ടാക്കിടാറ് പല ആൾമാരിക്കിടാറ്. പക്ഷെ അതിലൊന്നും ഞങ്ങൾ എരെ കൊണ്ടെത്തിയതാണ്. ഞങ്ങളെ ಹೆಜ್ಜೆ ഞങ്ങൾ ഇട്ട സ്റ്റെപ്പിട്ട് ഞങ്ങൾ ಬೆಳವತ್ತೀರ ವರ್ಕ್ ಹೋಯ್ತು ಜಂಡವಾಗಿ ಹೋಯ್ತು ಮೂನೋಗಿ ಹೋಯ್ತು ನಾನು ನಿರಾಶ ಆಗಿ ഞങ്ങളെ ഈ പ്രവർത്തനം കണ്ടിന്യൂ ആക്കിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. വലൈഹിസ്സലാം മാഷാ അല്ലാഹ് ഞങ്ങളെ ഹുസൈൻ മുസ്ലിയാർ അടുത്ത് വെൽക്കം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു പ്രവർത്തനത്തിൽ പോകുമ്പോൾ അവിടെ ആൾക്കാരെ സ്വഭാവം കണ്ടിട്ട് ഞങ്ങൾ പിറവ് ചാടത്തിയത്. ഞങ്ങൾ പോകുമ്പോഴത്തേക്കും
നല്ലത് സ്വീകരിക്കണം നയിക്കുവാറ്, സ്വീകരിക്കാത്ത നയിക്കുവാറ്, എങ്ങനെ പോയെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് അള്ളാഹുടെ ഈ ദീന് കേട്ടുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രവർത്തിച്ചുകൊണ്ട് പോകണം. ആ ഫസ്റ്റ് ഞങ്ങളുടെ നീയത്ത് ശരി വേണം. ഞങ്ങളുടെ നീയത്ത് എന്ത്? നാണ് മാത്രമേ സംഘടനയിൽ നിന്ന് പേരം കൂടാ ഇതൊക്കെ കടന്നു വരും. നാളെ നാളെ കൊയ്ത്തിലോട്ട് പോണ്ടേ, ഇത് എൻ്റെ സ്വന്തം അവയിൽ ഇല്ല, വീസത്തുള്ളിൽ കമ്പനി എനി ടൈം എൻ്റെ ടെർമിനേറ്റ് ആക്കുക, എനി ടൈം ನಾನು ಊಟಕ್ಕೆ പോവാം. ನಾನೊരു അനിവാസി ചെന്നെങ്കിൽ ആ നിവാസി അല്ല അല്ലേ, ഞങ്ങളെ പേരിലെ വല്ല അനിവാസി, നിവാസി ഇവിടുത്തെ ആളല്ലാണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നല്ല സ്വരവും അതുപോലെ അള്ളാഹു ദീർഘമായിട്ട് നിങ്ങൾക്ക് നല്ല കറുപ്പത്തിലുള്ള സ്വരം അള്ളാഹു കാര്യം നിലനിർത്തിയിട്ട് അള്ളാഹു തരട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരു അനിവാസിയായ പ്ലേസ് പോയെങ്കും ഞങ്ങൾക്കും ഞങ്ങൾ ഉള്ള കണിക്ക താൽമാർക്ക് ഞങ്ങൾ എങ്ങനെ ഇതാവാക്കട്ടെ, എങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അങ്ങലും ഞങ്ങൾ മാക്സിമം അങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആക്കണം. ഫസ്റ്റ് കളക്ഷന് പോകുമ്പോൾ ഞങ്ങൾ കളക്ഷൻ ഉണ്ടാറുണ്ട് അറിയപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ട ഒരു അങ്ങടി എന്തെങ്കിലും പുറത്തുണ്ടെങ്കിൽ അങ്ങനെ അങ്ങടി പോയി നിൽക്കുക, ഞങ്ങൾക്ക് എന്തെങ്കിലും സാമാൻ എടുക്കുക, അങ്ങനെ എടുക്കുക, വേറെ രണ്ടാൾ വിളിച്ചോണ്ട് പോകാം, അങ്ങനെ ഗുർത്താക്കുക. ഇതാ അതിപ്പോൾ വേറെ കസ്റ്റമർ വിളിച്ചോണ്ടായിരുന്നു അതല്ലേ, ഒരു മൊബൈലിൽ അങ്ങോട്ടാണല്ലോ അവൻ വിളിച്ചിട്ട് പോയത്. ഞങ്ങൾ ആരെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാൾമാർ അവിടെയൊക്കെ എടുത്തത്, അവിടെ അതുകൊണ്ട് ഇതുകൊണ്ട് എടുത്തുള്ള നമുക്ക് വേണം. അങ്ങനെ എടുത്തിട്ട് ഞങ്ങളെ ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടാൽ പിന്നെ സമാധാനത്തിൽ കൊടുക്കുക. ഞങ്ങൾ ഒരു മജ്‌ലിസുകൾക്ക് വിളിക്കാൻ വേണ്ടു, മജ്‌ലിസ് വന്നവിടെ ഒരു സ്വലാത്ത ഇന്ന അവിടെ ഒരു കാകേണ്ട നല്ലൊരു ദാവ രൂപത്തിലുള്ള നല്ലൊരു സന്ദേശം കൊടുത്തു. അങ്ങനെ പിന്നെ വർക്കായാലേ ഇങ്ങനെ പാകപ്പെടുത്തിയിട്ട് ആയാലും പിന്നെ അതിൽ മെമ്പറാക്കും. അഭിയാണ് ചൊല്ലത് ഞങ്ങൾ അതൊരു വർഷத்துக்கு 2 വർഷത്തോർക്ക് ഉള്ള കണിക്കത്തെ ഒരു ഇതായിരിക്കും. വർഷത്തോർക്കുള്ള ഒരു ടൈം അഭിയാണ് ആൾമാർ കൂട്ടണം. അതുകൊണ്ട് അഭിയാനം ചെയ്യുന്നാൽ പിന്നെ ആൾക്കാരെ കൂട്ടണം ഇല്ലാണ്ടൊന്നുമില്ല. നമുക്കൊരു ഹോട്ടലിൽ പോയി പുതിയ ഒരാളെ കണ്ടു എപ്പോഴും ഞങ്ങൾ കമ്മിറ്റിക്ക് എന്താ ആൾക്കാരെ ജോയിൻ ആക്കുക, എനി ടൈമിൽ ജോയിൻ ആക്കുക, അതൊക്കൊരു പ്രോബ്ലം ഇല്ല. മെമ്പർഷിപ്പ് ID അത് ഇതെല്ലാം കൊടുക്കുന്ന കണിക്കത്തൊരു സമയം കിട്ടുന്നത് അപ്പമേ കൊടുക്കുന്ന ഐ ടി കിട്ടും. ഇപ്പോൾ മെമ്പർഷിപ്പ് അഭിയാനം കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയിട്ട് മെമ്പറായി അതിൽ അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ID കൊടുക്കാറുണ്ട്, ഇടയ്ക്ക് മധ്യന്തര ID ഇതാക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ ID കൊടുക്കാറ്, പക്ഷെ അതിൽ ഞങ്ങൾ മെമ്പർ ആയിരിക്കും, അതിലെ കാര്യക്രമത്തെ വിളിക്കാം, അതിൽ ഞങ്ങൾ സന്ദേശത്ത് വേണ്ട. അപ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് ഒരുത്തനെ ഞാൻ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ഒരാളാവുന്നു, ഞാൻ ഒരുത്തനെ വീട്ടിൽ സ്വർഗ്ഗം പോകുന്നു ചൊന്നിട്ടുള്ള ആ ഒരു തിങ്കല്ല. മുപ്പത് ദാവാക്കിയിട്ട് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയൊരു പണക്കാരുടെ ഇസ്ലാം കൊണ്ടുവന്നു അല്ലേ. അതുപോലെ സയ്യിദുന സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, സയ്യിദുന ത്വൽഹത്ത് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, സയ്യിദുന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂ ഉബൈദത്ത് ഇബ്നു ജർറാഹ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി ഉബൈദത്ത് ഇബ്നു ജർറാഹ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വലിയ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കൊടുക്കപ്പെട്ട കണികത്തെ പ്രമുഖ 10 സ്വഹാബികളുടെ കൂട്ടത്തിൽ 5ഓളം വലിയ ലീഡേഴ്സ്മാരെ ഇസ്ലാം കൊണ്ടുവന്ന് ആറായിട്ടിക്കിട്. അപ്പൊ ഈ എല്ലാ ആൾമാർ ഈ 5 വേറെ കുറെ ആൾക്കാരുള്ളത് ഈ മൈന് 5 ഉദാഹരണം ചെയ്തത് ഈ മൈന് 5 ആൾക്കാരുടെ ഇങ്ങനെ ഓരോരുത്ത ആൾമാർ ഹിസ്റ്ററി വലിയ ഹിസ്റ്ററി ആയിട്ടിക്കിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെണ്ണുമക്കളെ മങ്ങിലാവുന്നു, ഒരു മോള് മരിച്ചാൽ പിന്നെ ഒരു മോലെ മങ്ങിലാവുന്നു, ഭാഗ്യം കിട്ടിയ കണിക്കത്തെ സ്വഹാബി ആയിട്ടിക്കിടാറ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ വലിയ ക്രാന്തിയാക്കിയ കണിക്കത്തെ സ്വഹാബി. അതുപോലത്തെ എല്ലാ ഇങ്ങനെ 10 5 വലിയ സ്വഹാബികൾ, അതുപോലെ ഒരുപാട് സ്വഹാബികൾ. ഇങ്ങനെ എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് വഫാത്തിൽ പിന്നും ഇങ്ങോട്ട് എന്തായിട്ടുള്ളത് ജീവിച്ചിടാറ്. അബൂബക്കർ സിദ്ദീഖ് വഫാത്തിൽ പിന്നെയും ഇങ്ങനെ ജീവിച്ചിടാറ്. അപ്പൊ ഇങ്ങനെ മരണത്തിൽ പിന്നും ജീവിച്ചാൽ പിന്നെ ഇങ്ങനെ എല്ലാ സവാബ് ആക്കിയുടെ പ്രവർത്തനത്തെ സവാബ് ആരെ കിട്ടിട്ട് അതായിട്ട് ഞങ്ങളുടെ പരിശുദ്ധ ഖുർആന്റെ ഒരു അക്ഷര ഓതിരങ്ങ് പോലും അതിലെ സവാബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. ഒന്നാമത് ഇസ്ലാമിന്റെ എല്ലാ നിലക്ക് നിപ്പാട്ടുന്ന കാരണം ഉണ്ടായത്. രണ്ടാമത് പരിശുദ്ധമായ ഖുർആന്റെ ക്രോഡീകരണത്തെ ആദ്യത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് ക്രോഡീകരിച്ചത് മൂപ്പര ഖിലാഫത്ത് കാലത്തായിരിക്കും. അതിലെ ഫൈനൽ വർഷം അതിൽ ഇതാക്കിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
പക്ഷേ ക്രോഡീകരണം എല്ലാ ഐഡിയ പൈറ്റിക്കിട് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തിലേറ്റിക്കിട്. അപ്പൊ അതിന്റെ കാലത്ത് വലിയ ചരിത്രമുണ്ട്. സയ്യിദുനാ ഒരു നിർദ്ദേശപ്രകാര അഭിപ്രായ പ്രകാര അതെല്ലാം വലിയ ചരിത്രം. അപ്പൊ ഞാൻ ചൊന്നിട്ടില്ല എന്തൊരു ചൊന്നെങ്കിൽ എന്താ ചൊല്ലുവെന്നെങ്കിൽ പ്രവർത്തനത്തിൽ ഞങ്ങൾ ആൾമാരെ കൂട്ടുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം അയാളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ട് സവാബുണ്ടു പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആൾമാരെപ്പം കൂട്ടുന്നു പുറത്തു ദൂരാക്കുത്തീരാണ്. ഞങ്ങളിടയിൽ പല മനുഷ്യന്മാർ ഞങ്ങളെ കൺട്രോൾ ആക്കേണ്ടി ഞങ്ങൾ ഇബിലീസ് ആയിട്ടില്ല അല്ലെ. ചിലപ്പോൾ ഞങ്ങൾ സുഹൃത്ത് പോകേണ്ട ഇബിലീസ് ഗെഞ്ചിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ തടിയിൽ ഞങ്ങൾക്ക് നിയന്ത്രിക്കണം ആവാത്ത അവസ്ഥയ്ക്ക്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഈസി വേ നോക്കണം. ഒരു വിഷയത്തിൽ രണ്ട് ഓപ്ഷൻ ഇട്ടു, ഒന്ന് സുലഭ ഇതൊന്നു കഷ്ട. ഒന്ന് സുലഭ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജവാമിഉൽ കലിം ഉണ്ട്. അങ്ങനത്തെ ഒരു വിശേഷം അള്ളാഹു കൊടുത്ത നബിയുടെ ബായിൽ പണ്ട് പലക്ക ചില ഇതുണ്ടല്ലേ ഭയങ്കര വിശാലമായ അർത്ഥവ്യാപ്തി ഉള്ള കണിക്കത്ത പലക്ക് ജവാമിഉൽ കലിം അർത്ഥവ്യാപ്തി ഉള്ള പലക്ക് നബിയുടെ ബായിൽ വന്നതുണ്ട്. അതിൽപ്പെട്ട ഒരു പലക്ക് ഏറ്റിക്കിട് യസ്സിറു വലാ തുഅസ്സിറു. യസ്സിറു യസ്സിറു വലാ തുഅസ്സിറു. യസ്സിറു വലാ തുഅസ്സിറു. ಸುಲಭ ಮಾಡಿರಿ ಕಷ್ಟ ಮಾಡಬೇಡ್ರಿ, ಪ್ರಯಾಸ ಮಾಡಬೇಡ್ರಿ. ಮೇಕ್ ಈಸಿ, ಸುಲಭ ಹಾಕೋ. എന്ത് വിഷയം ഉണ്ടെങ്കിൽ ഭരിക്കട ഈ ഒരു സന്ദേശം ഞങ്ങൾ ജഗത്തിലെ രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കൽ കണിക്കത്ത അവരുടെ ആಡಳಿತ അധികാരികളുടെ മുന്നിലും രാഷ്ട്രപതിയുടെ മുന്നിലും പ്രധാനിയുടെ മുന്നിലും ചുരുട കണിക്കുന്ന പലക്കൈക്കിട്ട് ഇടീ ജഗത്ത് കൊടുക്കടെ ഒരു മൊത്തം യുദ്ധം നടക്കണം രണ്ട് രാഷ്ട്രത്തിടയിൽ. അപ്പം ചൊല്ലുന്ന പലകയപ്പോൾ യസ്സിറു വലാ തുഅസ്സിറു, സുലഭാക്കും ഈസിയാക്കും വിഷയത്തെ. മനുഷ്യർക്ക് കഷ്ടാക്കണ്ട, ಬೆಲೆಯಾರಿಕಾಯುಂಟು. ಅಪ್ಪಂಜೊಲ್ಲ ಎಸ್ಸಿರು ಸುಲಭಾಕರು, ಮನುಷ್ಯಮಾರ ಜೀವನಕ್ಕೆ ಸುಲಭಾಕರು, ಕಷ್ಟത്തിൽ ആക്കണ്ട. കർണാടകം തമിഴ്നാട് വാട്ടർ വിഷയം വന്നുകൊണ്ട് കാവേരി പ്രശ്നം അപ്പഞ്ചൊല്ല മനുഷ്യന്മാർ വിഷയത്തിൽ സുലഭാക്കರು കഷ്ടാക്കണ്ട. ഞങ്ങളുടെ മീറ്റിംഗിൽ ഗലാട്ട ആയിട്ടുണ്ട്. അപ്പഞ്ചൊല്ല എസ്സിറു വല അതേ ഞങ്ങളുടെ പലപ്പോഴെങ്കിൽ ഭയങ്കര അർത്ഥവ്യാപ്തി ഉള്ളത് എല്ലാ ദുനിയാവുടെ സമസ്യക്ക് എപ്ലേ അവിടെ കണിക്കത്തെ പലക്കയറ്റിക്കണം. അപ്പൊ ഇത് ഈ ഒരു വിഷയ ചൊല്ലണമെങ്കിൽ ഒരു ഘടന സ്റ്റാർട്ട് അവിടെ. ഇത് എന്തൊക്കെ ചൊന്നോ മദീന പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ നിഴലല്ല, ഇന്നത്തെ പോലത്തെ മദീനത്തെ പള്ളിയല്ല, പൊയ്യെ മണൽ. അതുപോലെ മേല് ഈത്തപ്പോലത്തെ മടൽ കൊണ്ടിട്ടിട്ട കണികത്തെ പള്ളിയേറ്റിക്കൽ. ആ പള്ളിയിൽ വെച്ചിട്ട് ഒരു ഗ്രാമീണവാസിയായ ഒരാൾ, മദീനത്തെ നിവാസിയല്ല, പുറത്തുള്ള ഗ്രാമത്തിലുള്ള കണിക്കത്തെ ഒരാൾ വന്നിട്ട് അയാൾക്ക് മൂത്ര വന്ന് അയാൾക്ക് ഇസ്ലാം എന്തിനു കൊന്നില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ മഹത്വം എന്തിനു കൊന്നില്ല. അയാൾ ഒരു മൂലയിൽ വെച്ച് മൂത്ര തെച്ചെത്ത് ആരമ ഒരാളെ ഗമനത്ത് വന്ന് ഇയാൾ തെച്ചിട്ട് മൂത്ര വിത്തത് ഒരു സ്വഹാബി. അപ്പം ಮೇಲೆ ಏಟಾಕಿತ್ತು. ಬಾಕಿಲ್ಲ ಏನ್ರಿ ಮೂತ್ರ ಬಿದ್ದು ಎಲ್ಲರೂ ಆರ್ಬೇಡ ಸುರ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പമേ ആ ക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കോ സ്റ്റോപ്പ്. അപ്പ ചെന്ന പലക്കേട്ടിട്ട് യസ്സിറു വലാ തുഅസ്സിറു. അപ്പൊ പള്ളിയിൽ മൂത്ര ಬಿತ್ತಣ ആ മനുഷ്യ ಗೊತ್ತಿಲ್ಲ. പക്ഷേ ആ മനുഷ്യരുടെ മൂത്ര ബീത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് അടിച്ച് അവൻ എന്താകത്ത എന്തിനാ ഓട്ടെ കറക്റ്റാക്കിട്ടോ അടിച്ച് നമ്മൾ ഓട്ടല്ലേ ഇത്ര ആൾക്കാർ ടീമായിട്ട് ഗ്യാങ് ആയിട്ട് അടിക്കാൻ പോകുമ്പോൾ ഓടണേ ആവും. ഈ മൂത്ര ബീത്തിക്കൊണ്ട് ഉള്ള ആൾ ഓടി ഇനി എന്താവും? സാധാരണ എല്ലാ മൊത്തം പല്ലിക്ക് മൂത്ര എല്ലാ മൊത്തം ആയി പോയി ആവും. അപ്പ പല്ലിയുടെ കൽകിടെങ്കിൽ എന്താക്കണോ
ഇപ്പോഴത്തെ പോലത്തെ മസാല പല്ല് ഒരു പാക്കറ്റ് തന്നെ ഇങ്ങനെ ബീത്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇതാക്കാത്ത ഇടീ പല്ലിക്ക് ആ മണ്ണെല്ലാം സാധാരണ ഒരിഞ്ചൊരിഞ്ചെടുത്തോണം എടുക്കണം ഇവിടെ മൂത്ര വിധി കൊത്താവില്ലല്ലേ എല്ലാം എടുത്തോണ്ട് പോകണം. അപ്പൊ ഈ മനുഷ്യ മൂത്ര വിറ്റ് ആ സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഒരു ബക്കറ്റ് തന്നെ അവിടെ ബീത്തിട്ട് അതിലെടുത്ത് ഇതാക്കണം. ശരിയെന്നില്ലേ? ഇനി ആ മനുഷ്യരെ അടിച്ചേം കൂടി സമസ്യ ഒന്നല്ല. മനുഷ്യ അഞ്ഞിഞ്ഞ് ഓടുമ്പോൾ മുത്ത് എല്ലാം ഒന്ന് നജസ് വൈത്ത് ആ മനുഷ്യ ഇനി രണ്ടാമത് മതിയത്തെ പല്ലി പറല്ലേ. രണ്ടാമത് ആ മനുഷ്യ പറല്ലേ ഫസ്റ്റ് വന്നപ്പം അടി വന്നില്ല ബറവാ. അപ്പൊ ഇതെല്ലാം ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ആ മനുഷ്യനെ രണ്ടാമത് ഇസ്ലാമിന്റെ ഒരു അനുയായിയായിട്ട് മാറണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സന്ദർഭത്തുകൊള്ള ഇടപെടൽ ഒരു വിഷയത്തിലല്ലേ ഓരോ വിഷയ സങ്കീർണമായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ഇടപെട്ടിട്ട് അതിന് തീർക്കട കണക്കത്തെ റോഡ് നമ്മൾ ആക്കുമ്പോൾ എനിക്ക് നമുക്ക് അതിന് ഫലം കിട്ടും. അയാളെ ഫാമിലി അയാളെ മക്ക അങ്ങനെല്ലാം എന്താ അവിടെ ഇസ്ലാം മണ്ണില്ല ഇല്ലെങ്കിൽ ഈ ഒരേ അടിച്ചുള്ള കൂടെ ആ മനുഷ്യൻ എന്നാണ് ആ മുഹമ്മദ് നബിയുടെ പള്ളിയിൽ പോകണിലേക്ക് ഇല്ലേ. പണ്ടൊരു പ്രായത്തിൽ ഒരു പള്ളിയിൽ ഒരുത്ത 200 രൂപയുടെ ഒരു ഇത് കെട്ടോ ക്ലോക്ക് അജന്ത ക്ലോക്ക് വൈകിട്ടാകുമ്പോൾ അവൻ്റെ എതിരിൽ പള്ളിൻ്റെ പ്രസിഡന്റ് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷൻ. കേസ് പോയിട്ട് 4-5 ദിവസം കേസ് വേഗം തീരില്ലല്ലേ. ഓണം കേസ് ഓണം കോർട്ട് പോണ്ട് ഓണം കട്ട് ആയിട്ട് 200 രൂപ ഇതൊക്കെ എത്രമാ 1000 എന്താക്കി ഇത് കേസ് നടത്തണമെങ്കിൽ ചിലവാക്കിയാണ്. ലാസ്റ്റ് ഇയറിൽ ഇടപെട്ടാകുമ്പോഴത്തേക്കും 1000 പോയിട്ട് നിങ്ങൾ അത് ഇതാവും ഇതാണ് നാണ് അയാൾ പ്രസിഡന്റ് ആയ പള്ളിയിൽ നാ പറ്റില്ല ടൗണിൽ നിന്ന പള്ളിക്ക് നാ പറ്റില്ല നാ വേറെ പള്ളിക്ക് പിന്നെ കൊണ്ട് ആ പള്ളിക്ക് നാണ് ആര് ചൊല്ലു കട്ട ഒരാള് അയാളെ ദൗർബല്യ നിമിഷത്തിൽ അയാൾ ഒരു തപ്പാക്കിത്ത് അത് 10 മുന്നോരു അവന് കല്ലാ ചൊന്നിട്ട് പരിഹസിച്ച് പിന്നെ റായത്ത് ഒരു മര്യാദയ്ക്ക് നിൽക്കണത് അവിടെ അത് സിമ്പിളായിട്ട് അവന് ചൊല്ല നീನು ഇതൊരു ആക്കിസോള നല്ലല്ലോ പള്ളിയുടെ ഒരുത്തർ സിംഗിൾ വിളിച്ചിട്ട് ഒരാൾക്ക് ബുദ്ധി ചെന്നെങ്കിൽ ആർക്കും ಗೊತ್ತಿಲ್ಲ അതേ മെയ്യാവുള്ളൂ. ആ മനുഷ്യരെ മണപരിവർത്തനാക്കും അതേ മെയ്യാവുള്ളൂ. അപ്പൊ ഏത് വിഷയത്തും ശരിയാക്കണു സിമ്പിളായിട്ട് എടുക്കണു ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടു. അങ്ങനെ ഏതോ ആവട്ടു നമുക്ക് വേണമായത് എല്ലാ വിഷയത്തിലും കുറേ വിഷയം പൽക്കാറിൻ്റെ പെണ്ണ് ഒരുപാട് വിഷയങ്ങളും യാറെന്നാണ് ഇതാക്കപ്പെട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് പോകേണ്ടി മുന്നുള്ളൂ. ഹിജ്റ പോകേണ്ടി മുന്നുള്ളൂ. എന്താക്കിട്ട് ചെന്നെങ്കിൽ ഒരു കൊറിയ ആൾമാർ മദീനത്തിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാറ് രഹസ്യമായിട്ട് കാണാറ്. മക്കത്തിൽ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് ഒരു ഗേദറിംഗ് ആക്കണം ഒരു നിലക്കും സാധ്യതയില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ രഹസ്യമായിട്ട് കാണാറ്. ആ കണ്ടപ്പ അങ്ങോട്ടുള്ള ഇസ്ലാം ദീന്റെ പകരമുള്ള നമുക്ക് ചൊന്നു കൊടുത്തൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർജു ഇലയ്യ മിൻകും 12 നഖീബൻ യകൂനൂന അലാ ഖൗമിഹിം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 12 ആൾക്കാർ നമുക്ക് ലീഡേഴ്സ്മാർ വേണം. എത്ര ആൾമാർ? 12 ആൾക്കാർ ലീഡേഴ്സ്മാർ വേണം. ഇടീ മദീനത്തെ എല്ലാ ആൾക്കാരെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് എത്ര ആൾമാർ വേണം? 12 ആൾക്കാർ വേണം. അങ്ങനെ ഈ 12 ആൾക്കാരായിട്ട് അൻതും അലാ ഖൗമിക്കും ബിമാ ഫീഹിം നിങ്ങളെ കൗമുടെ നിങ്ങളെ ഗോത്രത്തെ ബദലായിട്ട് അങ്ങനെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണം. ഇതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമുടെ ഒരു സ്പെഷ്യലായിട്ട് ഒരു ടീം ഈസാ നബിക്ക് ഹവാരിയൂൻ ചൊല്ലുന്നുണ്ട്. അങ്ങനെ പോലെ നക്കും നിങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ടീം വേണു. നിങ്ങളെ കൗമുടെ നിങ്ങളെ ആൾമാരുടെ നിങ്ങളെ കീഴിലുള്ള കണികത്തെ ആൾമാരുടെ അങ്ങനെ എല്ലാ വിഷയത്തില് ഞാൻ ഞങ്ങളുടെ കേൾക്ക പോണില്ലേ അങ്ങനെ കംപ്ലീറ്റ് റിപ്പോർട്ട് നക്ക് തരണ്ടെങ്ക നിങ്ങൾ ഇടീ മദീനത്തെ എല്ലാ മുസ്ലിമീങ്ങളെ ಬಗ್ಗೆ അൻസാരിങ്ങളെ ಬಗ್ಗೆ ಎಲ್ಲರಿಗೂ ಬದಲಾയിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത 12 ആൾക്കാർ. അങ്ങനെ വേറെ ടിക്കറാണ് അക്കീബും. അതേപോലെ അത് ഞങ്ങൾ KCF ഇംപ്ലിമെന്റ് ഇൻഷാ അല്ലാഹ് ഈ വർഷത്തിൽ നടക്കും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ സ്വരാന്തരോ അങ്ങനെ അണ്ടറുള്ള കണിക്കത്തെ മദീനത്തെ നിവാസികളുള്ള ആൾക്ക് ഇസ്ലാമുടെ ദാവത്ത് പാട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ പഠിപ്പാടിടുന്നു അതെല്ലാം എനിക്ക് എത്തുപാട്ടുള്ളത് കൂടെ അണ്ട് ജാവ വന്നിട്ട് ഗുട്ടുലായിട്ട് രഹസ്യമായി ഇസ്ലാമുടെ ഒരു മീറ്റിംഗ് നടത്തലല്ലേ. ആ മീറ്റിംഗിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു അഗ്രിമെന്റ് ആക്കിയത് അതെല്ലാം പ്രതിയൊരു ഔത്തുക്ക് എത്തുപെട്ടു. അത് എങ്ങനെ ഇംപ്ലിമെന്റ് അവിടെ ഐഡ് ചെന്നിട്ട് നോക്കൂടെ ആ ഒരു വറതി റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കണമായിരിക്കും. അങ്ങനെ ടിക്കറ്റ് നെക്സ്റ്റ് വർഷ ഫസ്റ്റ് വർഷത്തിൽ ഇത് ഹജ്ജിക്ക് വന്നിട്ട് ആ ടൈമിൽ വന്നിട്ട് ഇത് ഏൽപ്പിക്കട്. നെക്സ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മദീനത്തേക്ക് പോകുമ്പോൾ കയറ്റിക്കട്. മദീനത്തെ മക്കൾ പെണിങ്ങ വലിയങ്ങ എല്ലാവരും കൂടിയിട്ട് നബിയെ അവിടെ സ്വീകരിക്കും. കാരണം ത്വാല അൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന അപ്പൊ ഇവിടെ നോക്കൂ ഡയറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോകുമ്പോഴത്തേക്കും എന്തിനുണ്ടു നാണിപ്പം നിപ്പട്ട് പത്ത് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങത് മദീനത്ത് സഡൻ പോകുമ്പോഴത്തോടെ ആൾക്കാർ കൂടിയതല്ല. ശരിക്കും മനസ്സിലാക്കും. ഞങ്ങളൊരു പ്രോഗ്രാം ആക്കുമ്പോൾ ആ പ്രോഗ്രാം ചെന്നെങ്കിൽ സഡൻ ആൾമാർ കൂടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ನಾನು ನಿಂಗೆ ಚೊಲ್ಲಿ ನೆಕ್ಸ್ಟ್ ನಿಂಗೆ ಏನೆಂಗಿರೋ ಬೆಳ್ಳಿ ಪ್ರೋಗ್ರಾಮ್ ಎಲ್ಲ ಹಾಕೊಂಬತ್ತು ಅದಕ್ಕೆ ಎಲ್ಲರೂ ഒരു ടീമായിട്ട് എന്ത് ആക്കിയെങ്കുമായിട്ട് ഇക്കടെ പബ്ലിക്ക് ആ മെസ്സേജ് വാട്സപ്പ് എല്ലാവരും നോക്കില്ലേ. വാട്സപ്പ് നോക്കിയത് കൊണ്ട് എല്ലാവരും അതൊക്കെ ഇതാവണ്ടില്ലേ. ഒരാളെ ഞങ്ങൾ വരാത്ത ഒരാളെ ഞങ്ങൾ നല്ല നല്ല പ്രോഗ്രാമുകളെ വന്ന് വിളിച്ചിട്ട് ആ പ്രോഗ്രാമുകൾ ഞങ്ങളെ നല്ലത് അവിടെ കണ്ടെങ്കിൽ ആ മനുഷ്യരെ ലൈഫ് ലോങ് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ಗೊತ್ತಾಯ್ತಾ? ಲೈಫ್ ಲಾಂಗ್ ಕನ್ವರ್ಟ್ ಆಗೋ ಸಾಧ್ಯತೆ ಇತ್ತು, ಕಂಪ್ಲೀಟ್ ಚೇಂಜ್ ಆಗೋ ಸಾಧ್ಯತೆ ಇತ್ತು. അപ്പോൾ അതുപോലെ ഒരു സിദ്ധത ഫസ്റ്റ് വെൽ പ്ലാനഡ് വേണം. ഇങ്ങനെ ഏരിയത്തിൽ ഇങ്ങനത്തെ താഴ്മാറുള്ളത് അവൻ്റെ വിളിക്കണോ ആറ് വിളിക്കലേ വിളിക്കണോ ആറ് വിളിക്കില്ലേ ആ വിളിക്കുന്ന ജവാബ്ദാരി കൊടുക്കണം. കൊടുത്താൽ പിന്നെ കേൾക്കണം ഇതാലെ വിളിച്ചിട്ടായിടാ അല്ല ഇല്ലേ കേൾക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ആൾമാർ വരുമ്പോഴത്തേക്കും ചിലപ്പോ ഒരു നല്ല ഒരു പൈസ ഒരാളായിട്ടിരിക്കും, ചിലപ്പോൾ പബ്ലിക് അറിയപ്പെട്ട ആളായിട്ടിരിക്കൂ. അങ്ങനത്തെ അൻസിലുന്നാസ മനാസിലോ അങ്ങനതായ സ്ഥാനത്തിൽ അങ്ങൊരു എതിർത്തിൽ നല്ല ഒരു ചെയർ വെച്ചിട്ടല്ല ഒന്ന് ഫ്രണ്ട് ലൈനില അല്ലെ വേദിക്കുന്നെങ്കിൽ അങ്ങനെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ സംഘടനയ്ക്ക് അതിലെ കാരണം കൊണ്ട് ഉപകാരപ്പെടേണ്ടതാവുള്ളൂ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സുലഭ ആക്കിയിട്ട് മുന്നോട്ട് പോകേണ്ട കണിക്കത്തെ നല്ലൊരു നെയ്യത്തുള്ള ഒരു പ്രവർത്തക ആയിട്ട് ഞങ്ങൾ മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പഠിപ്പാട്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വലാ മുതഅന്നതൻ വലാകിൻ ബഅസനി മുഅല്ലിമൻ യസീറാ. നന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് കടത്തിട്ടുള്ള മനുഷ്യന്മാരെ ഒരു വിഷയത്തെ ഭയങ്കര അതിരെ ഒക്കെ പ്രയാസാക്കുന്ന രൂപത്തിൽ അല്ലാഹു തന്നെ കടത്തിട്ടില്ല. ബാക്കിയുള്ള ആൾമാർക്ക് ഒരു മുഷദ്ദദായിട്ട് ഒരർത്ഥത്തിലുള്ള മുഷദ്ദദൻ അലൽ ഗൈരി ബാക്കിയുള്ള ആൾമാരുടെ മേലെ ഒരു മുഷദ്ദദായിട്ട് തന്നെ കടത്തിട്ടില്ല. സുലഭ ആക്കുന്ന രൂപത്തിലായിട്ട് അല്ലാഹു തന്നെ കടത്തിയത്. അല്ലാഹു തന്നെ കടത്തിയത് മുഅല്ലിമൻ യസീറ, ഈ ഒരു ചന്തത്തിൽ ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് പഠിപ്പാട്ടുള്ള ഒരു അധ്യാപകമായിട്ട് മുഅല്ലിമായിട്ട് തന്നെ അല്ലാഹു കടത്തിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പോകുമ്പോഴുള്ള എല്ലാ പ്ലാനുകൾ ഒന്നലേ കൊടുത്ത കാരണം കൊണ്ടിട്ടു അവിടെ നല്ല ഒരു ടീമെല്ലാം റെഡി ആയിട്ട് ഇന്ന് വെൽക്കം ആക്കണം. അങ്ങനെ ടിക്കറ്റ് പോയപ്പോൾ അവിടെ ഉള്ള കാത്തിട്ട് പോയിട്ട് ഫസ്റ്റ് നാൾ കാത്താറ്, രണ്ടാമത്തെ നാൾ കാത്താറ്,
മൂന്നാമത്തെ നാള് കാത്തിട്ട് ഉച്ചതോറ് കാക്കിടാറ് നബി പണ്ടിന് വിഷയം എപ്പോൾ വണ്ടി വന്നില്ല ಬಂದರು ಮಕ್ಕತ್ತೆ ಬರ್ತಾ ಇರೋ ವಿಷಯ ಕೊಂಡು ಹೆಂಗನೆ ಬಂದ್ರ ಎವಡುಂಡು ಎತ್ತುತ್ತಿಲ್ಲ ಬರುಂಬತ್ತು ನಂಗೆ ಇಲ್ಲ ಅಂಟಾವತ್ತೀರ വരുമ്പത്ത് ഞങ്ങളുടെ രായത്ത് വരുമ്പോൾ ഞങ്ങൾ ഇല്ലാണ്ടാവത്തില്ല ഞങ്ങൾ സ്വീകരിക്കുന്നു വയസ്സരംഗവും പെടിങ്ങും മക്കം എല്ലാവരും മദീനത്തെ ബൗണ്ടറിൽ വന്ന് കാത്തോണ്ടിരുന്നത് അവസാനം പോയപ്പോ ഐറ്റിക്ക് ഒരു യഹൂദി വിളിച്ചു ചൊല്ലുകയും നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള കണിക്കത്തെ നിങ്ങളുടെ സൗഭാഗ്യത എത്തിയിട്ട് അപ്പൊ ഓടിയ ഉണ്ടാകും പിന്നെ ഐറ്റിക്കണം മദീനത്തെ ചരിത്ര വലുതായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഹെജ്ജിൽ ഒരു കാന്തി ഐറ്റിക്കണം ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വന്നിട്ട് ഓർമ്മത്തു ദയിക്കിടും അവിടെ 4 നാൾ ദയിക്കിടും ആ 4 നാൾ ദച്ചിട്ട് ഔട്ടായിട്ടിക്കിട് മദീനത്ത് ആ യാത്ര മുൻവരിച്ചു പോകണം മദീനത്തിലെ അപ്പൊ വെള്ളിയാഴ്ച സുബൈക്ക് തിങ്കളാഴ്ച മദീനത്ത് എത്ത് പിന്നെ ചൊവ്വാഴ്ച 16 ബാലാസ വെള്ളിയാഴ്ച സുബൈ കയറ്റിക്കിട് യാത്ര ಮುಂದುವರಿಸುವಂಬತ್ತು അവിടെ ಮೇ ಜುಮಾತೆ ಟೈಮ್ ಆಯ್ತು ಅಪ್ಪ ಅವರು ಪಲ್ಲಿಗೆ ಇಟ್ಟರು ಆ ಪಲ್ಲಿയുടെ പേര് ഇട്ടിക്കിട് മസ്ജിദുൽ ജുമാ മസ്ജിദുൽ മദീനത്തെ ഫസ്റ്റ് പള്ളി ഇട്ടിക്കിട് മസ്ജിദുൽ ജുമാ പള്ളിയുണ്ട് ജുമാ പള്ളി ಅದಕ್ಕೆ ಮುನ್ನರು ಇದು ಮಸ್ಜಿದ್ ಜುಮಾ ಜಿಲ್ಲ ಅದಕ್ಕೆ ಮುನ್ನರು ಕೆಟ್ಟ ಪಳ್ಳಿ ಮಸ್ಜಿದುಲ್ കുബാ പള്ളി അവിടെ ഉണ്ടായി അതിന് അവിടെ 4 നാൾ നിന്നിട്ട് വെള്ളിയാഴ്ച സുബൈക്ക് അവിടെ പോകേണ്ട മസ്ജിദുൽ ജുമാ അവിടെ പള്ളി കെട്ടറച്ച് നിങ്ങൾ പല്ലെല്ലാം കെട്ടറല്ല ജസ്റ്റ് അവിടെ ഒരു കല്ല് വെച്ചിട്ട് കൊണ്ടു കിബ്രാത്ത് അവിടെ ഒരു കല്ല് വെച്ചിട്ട് 100 മുസ്ലിമീങ്ങളുടെ ജുമാത്ത് ഭാഗവഹിച്ചിട്ടുన్నారు അതിന്റെ പേര് മസ്ജിദുൽ ജുമാ ഇത്തരത്തുള്ള ആ പള്ളിയുടെ നവീകരണം ആക്കി വന്നിട്ട് ലാസ്റ്റ് അതിന്റെ നവീകരണം നല്ല രൂപത്തിൽ വലിയൊരു നവീകരണം ആക്കിയിരുന്നത് ഖലീഫമാരുടെ കാലത്തിലും ആ പള്ളിക്ക് ഒരു വലിയൊരു പ്രാമുഖ്യത്തിൽ നിന്നും അത് ആദ്യം നബി ജുമാ നിസ്കാരത്തെ പള്ളി ഇരിക്കുന്ന മസ്ജിദുൽ ജുമാ ചെന്നിട്ടു അത് പിന്നെ ഇരിക്കുന്ന മദീനത്തെ പള്ളി ഇപ്പൊ കണ്ട വലിയ മദീനത്തെ പള്ളി കേട്ടുള്ളൂ അവിടെ ഇതാണ് പിന്നെ ആ പള്ളിയുടെ പുനരുദ്ധാരണമാക്കി പിന്നത്തെ മുസ്ലിമീ ഇരിക്കുന്നത് കല്ല് വെച്ചിട്ട് പോകണ്ടു പിന്നെ അവരുടെ ബാക്കിയുള്ള അവിടെ ഉള്ള സ്വഭാവത്തെ ഇരിക്കുന്നത് അതിലെ മെയിൻ്റെനൻസും ആക്കിക്കൊണ്ട് പോയിട്ടിരിക്കുന്നത് അപ്പൊ ഏതും നല്ലത് ഒന്നും അതിൽ പിന്നെ അതിൽ ഒലിസൂടുന്ന ഞങ്ങളുടെ കർത്തവ്യം ഒരു പള്ളി കൊടുക്കുക ഞങ്ങളൊരായത്തൊരു പള്ളിക്ക് ഞങ്ങൾ ഓടിക്കിട ഞങ്ങൾ വർഷത്തോർക്ക് എപ്പോഴെങ്കിലും പോകണ്ട ഇത് ഞങ്ങളുടെ പള്ളി ഞങ്ങൾക്ക് ഒരു ബാധ്യതയ്ക്ക് അതാണ് മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കല്ല് വെച്ചതിന് പിന്നത്തെ ആളുകളെ കല്ലെടുത്ത് അവർ എറിഞ്ഞിട്ട് ഇത് പള്ളിക്കെത്താം അണ്ടത്തെ കാലത്തെ പള്ളി ഇത്ര വലിയ പള്ളിയാവാത്ത അത് അള്ളാഹുടെ പള്ളി ചെന്നെങ്കിൽ ഒരു ചെറിയ പക്കിയുടെ കൂടുണ്ടല്ലേ ഹദീസിൽ കാണാൻ ചെറിയൊരു പക്ഷിയുടെ കൂടും അത്ര ചെറിയൊരു കൂടായെങ്കിലും അള്ളാഹു ഇബാദത്ത് എടുക്കണോ നിനക്ക് ദുനിയാവിൽ ആക്കണോ തീരെങ്കിൽ നീ ആക്കണം അള്ളാഹു ഇബാദത്ത് എടുക്കട്ട് ശരി അതിന് അത്ര ഒരു മൈക്രോ യൂണിറ്റ് പോലത്തെ ഒന്നായെങ്കിൽ ഒരാൾക്ക് നിസ്കരിക്കേണ്ട സൗകര്യമായെങ്കിൽ നിന്റെ കൊണ്ടാക്കണം അവിടെയെങ്കിൽ നീന് ഹദീസിൽ കാണാം വലിയ മിനാറത്തെ പള്ളിയാണിട്ടില്ല ഒരാളത് ഒരു ചെറിയ പക്ഷിയുടെ കൂട് പോലത്തതായിട്ട് അതിനർത്ഥം അർത്ഥം വെച്ചാൽ പക്ഷി കൂടുണ്ടല്ലോ അതിനർത്ഥം വന്നെങ്കിൽ അത്രയും ചെറിയതേ നീ കാക്കണം അവിടെ നിന്റെ കപ്പാസിറ്റി അത്രയൊന്നുമില്ല എന്നെങ്കിൽ അത്രയും നീ അള്ളാഹു ഒരു ഈ സുജൂതാക്കളെ കണിക്കത്ത ഒരു പ്ലേസ് നിന്റെ കൊണ്ടാവണം ടിക്കറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ടിക്കറ്റ് സ്വഹാബത്ത് അവിടെ അതിലെ പിന്നെ മെയിൻ്റെനൻസും കണ്ടിന്യൂ ആക്കിയിട്ട് പോയിട്ടിരിക്കണം കാരണം അപ്പൊ ഇസ്ലാമിന്റെ സന്ദേശം ടിക്കറ്റ് അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ബർക്കത്താകട്ടെ അതേ ടിക്കറ്റ് ഞങ്ങളെ സംഘടന കൊണ്ട് ഉദ്ദേശിക്കലേ അതിലൊട്ടിಗೆ ഞങ്ങളെ അമലുകൾ ഒന്ന് ചൊല്ലാണ് ഏതും ഞങ്ങൾ സുലഭത്തെ തെളിയിക്കണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ നിന്റെ ലൈന് ഏത് സുലഭം എപ്പോ ഞങ്ങൾ മനുഷ്യന്മാരോട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലൈൻ അത് പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന ലൈൻ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ അവിടെ ഇക്കുമൊത്തുകു അനാവശ്യമായിട്ട് ലൈറ്റ് കത്തുക തന്നി പോകണ്ട തന്നി ഇതവരുണ്ടായെങ്കിൽ ഞങ്ങൾ കണ്ണ് കണ്ടെങ്കിൽ ഞങ്ങൾ ബന്ധാക്കണം കാരണം അവിടെ ഞങ്ങൾ നബിയാവും അവിടെ ഞങ്ങൾ നബിയാവും ഞങ്ങൾ നബിയാവണം ചെന്നെങ്കിൽ നബി ഞങ്ങളെ പ്ലേസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാക്കാത്ത സ്വഹാബത്തിന് എന്തിനാക്കാത്ത ഞങ്ങളെ പ്ലേസിൽ അത് ഞങ്ങൾ ആക്കൊണ്ടുള്ള പ്രയത്നം ആക്കണം എല്ലാ വിഷയത്തിൽ അങ്ങനെ ഇരിക്കട്ട് ഞങ്ങളെ ഇസ്ലാം പഠിപ്പാട് അങ്ങനെ ലാസ്റ്റ് ഒന്ന് ചൊന്നുകൊണ്ട് കൊണ്ട് ഞങ്ങൾ എപ്പോഴും സൂറത്തുൽ മുൽക്ക്
അത് ഒരു പേജ് മാത്രം ഉള്ളೇ ഒരു ಸೂರತ್ತಲ್ಲಿ ഒരു പേജ് ഒരു 4-5 ಗೆರೆ ಉಳ್ಳ ಕಣಿಗೆತ್ತೆ ಎಲ್ಲ ಜಾವು ಸೂರത്തുൽ മുൽക്ക് ഓതണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസിൽ കാണുന്ന സ്പെഷ്യലായിട്ട് ഖബറിന്റെ അദാബിൽ നിന്നിട്ട് കാക്കണം. ഖബറിന്റെ അദാബിൽ നിന്നിട്ട് കാവറുള്ള കണിക്കത്തെ സ്വഹീഹായ ഹദീസ് ഐറ്റിക്കിട് സൂറത്തു തബാറക ഹിയൽ മാനിയത്തു മിൻ അദാബിൽ ഖബർ. ഹിയൽ മാനിയത്തു മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ അദാബിന്റെ തടയുടെ കണിക്കത്തതായിരിക്കും സൂറത്തു തബാറക്കാണ് നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അതിൽ 30 ആയത്തുണ്ട്. എത്ര ആയത്തുണ്ട്? 30 ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഇന്ന സൂറത്തൻ ഫിൽ ഖുർആനി 30 ആയ. അത് 30 ആയത്തുണ്ട്. അതൊരു മനുഷ്യക്ക് ഷഫാത്താക്കിട് ഹത്ത ഉഫിര ലഹു അവനക്ക് പുറത്തു കൊടുക്കുന്നിടത്തോളം അവന്റെ ദോഷം മാഫാക്കിടത്തോളം അവനക്ക് ഷഫാത്താക്കരുത്. ഏത്? ഈ സൂറ ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ചെറിയ സമയം മഗ്‌രിബിൽ പിന്നുള്ള ചെറിയ സമയം വരങ്ങടെ മുന്നോളും ഞങ്ങൾ അതൊന്ന് ഓതണമില്ല പ്രയത്ന ആക്കണം. അങ്ങനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഭാഗ്യമായിട്ട് കിട്ടോ എന്നിട്ട് മാത്രമേ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ തെളിയാരമേ അനുഭവിച്ചു ചൊന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ.